നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ട്രെൻഡ് മാറുകയാണ്, ഇന്ത്യയിലെ തരംഗം മാറുകയാണ്. ആരാലും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത കാവ്യ രാഷ്ട്രീയം എന്നത് പതിയെ പതിയെ അസ്തമനത്തിലേക്ക് നീങ്ങുകയാണ്. പലരും ഇപ്പോൾ ഇത് പെട്ടെന്ന് വിശ്വസിച്ചു എന്ന് വരില്ല. പക്ഷേ മറ്റു പലരും, അന്ധമായ സംഘപരിവാർ പിന്തുണക്കാർ പോലും പക്ഷെ ഇതിപ്പോൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഡൽഹിയിലെ CJP സമരവും അതിന്റെ ഐതിഹാസിക വിജയവും തന്നെയാണ്. കഴിഞ്ഞ 12 വർഷമായി പ്രതിപക്ഷം തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യമാണ് കേവലം ദിവസങ്ങൾ നീണ്ടുനിന്ന സമരത്തിലൂടെ ഈ രാജ്യത്തെ യുവാക്കൾ, അതും രാഷ്ട്രീയത്തിന് അതീതമായി ഐക്യപ്പെട്ട യുവാക്കൾ നേടിയെടുത്തത്. മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ആ കുട്ടികളുടെ ഐക്യപ്പെടലിന് കാരണമായിരുന്നില്ല. ഇതാണ് BJPയുടെ അഹന്തക്കേറ്റ ഏറ്റവും വലിയ കനത്ത പ്രഹരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അടിയന്തര CCF അഥവാ ക്യാബിനറ്റ് ഓൺ സെക്യൂരിറ്റി ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊരു ക്യാബിനറ്റ് ഓൺ സെക്യൂരിറ്റി മീറ്റിംഗ്? ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധവിഷയം ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ്. എന്നാൽ അതല്ല, രാജ്യത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് അടിയന്തരമായി ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് മാത്യു സാമുവലിനെ പോലുള്ള പ്രമുഖ ദേശീയ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മോദി സർക്കാരിന് ഭയം മുറുകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നു തുടങ്ങി, അല്ലെങ്കിൽ അത് സജീവ ചർച്ചയായി തുടങ്ങി എന്ന് സാരം. ഇന്ത്യയിലെ ചെറുപ്പക്കാർ നടത്തിയ CJP സമരത്തിലൂടെ കേന്ദ്ര സർക്കാർ വളഞ്ഞൊടിഞ്ഞു എന്നതിൽ സംഘപരിവാറുകാർക്ക് പോലും തർക്കമുണ്ടാകില്ലല്ലോ. സംഘപരിവാറിന് വേണ്ടി ന്യായീകരിച്ചു മെഴുകുന്ന ഫേസ്ബുക്ക് പോരാളി അഡീന ബരട്ടിയെ പോലുള്ള സ്വയം പ്രഖ്യാപിത ഝാൻസി റാണിമാർ ചാനൽ ചർച്ചകളിൽ തേഞ്ഞൊട്ടുന്നത് ഇത്തരത്തിൽ നമ്മൾ കണ്ടും കഴിഞ്ഞല്ലോ. എന്നാലും തോറ്റതല്ല, ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചതാണ്, പാറ്റകൾക്ക് പണി കിട്ടും, എല്ലാവരും രാജ്യവിരുദ്ധരാണ്, ഇവരെ തുറുങ്കിലടയ്ക്കും, ഇനി ഇത്തരമൊരു സമരം ഈ രാജ്യത്തുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് കൊലവിളികൾ മറ്റൊരു കൂട്ടർ തുടരുന്നുണ്ട്. അങ്ങനെയെങ്കിലും സായുജ്യം അടയാനാണ് ചില കാവിക്കോമരങ്ങളുടെ ദയനീയ ശ്രമം. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്താണിപ്പോൾ ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ കുട്ടികൾക്ക് മുന്നിൽ വളഞ്ഞൊടിഞ്ഞു വീണു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, സമരം വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം എന്താണ് നടക്കുന്നത്? സർക്കാർ കുട്ടികൾക്കെതിരായ ചില കേസുകൾ പിൻവലിച്ചില്ല. പക്ഷേ വീണ്ടും യുവാക്കൾ സംഘടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പേടിച്ച് ചുരുണ്ടുകൂടി ആ കേസുകളും ദാ ഇപ്പോൾ ഒന്നൊന്നായി പിൻവലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ദേശീയ തലത്തിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ കൂടുതൽ വിഷയങ്ങൾ ഉരുണ്ടുകൂടുന്നത്. എന്തൊക്കെയാണവ നോക്കാം. മധ്യപ്രദേശിലെ കർഷകർ സർക്കാരിനെതിരെ സംഘടിക്കുന്നു, അവിടെ ലാത്തിചാർജ് ഉണ്ടാകുന്നു. രാജസ്ഥാനിലെ കുട്ടികൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങുന്നു. ഉത്തർപ്രദേശിൽ കുട്ടികളുടെ വിഷയം ഉയർന്നു വരുന്നു. പഞ്ചാബിലെ കർഷകരും സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ആദിവാസി വനഭൂമികൾ അദാനിക്കുൾപ്പെടെയുള്ള മൈനിങ് മാഫിയയ്ക്ക് തീറെഴുതിയതിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ സമരം നയിക്കുന്നു. മുമ്പ് കർഷക നിയമത്തിനെതിരെ സംഘടിച്ച് സമരം ചെയ്ത് വിജയം നേടിയ ഐതിഹാസിക കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായ രാകേഷ് ടിക്കായത്ത് വീണ്ടും ഒരു കർഷക സമരത്തിന്റെ സൂചനകൾ നൽകുന്നു. ഒരുപക്ഷെ നവംബറോടെ രാജ്യത്തെ മുഴുവൻ കർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് CJPയുടെ അടക്കം നേതൃത്വത്തിൽ അവർ തെരുവിലിറങ്ങുമെന്ന വാർത്തയാണ് ഇന്നലെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷവും സമരങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നു. ഈ സമരങ്ങളോട് ഐക്യപ്പെടാൻ തയ്യാറാകുന്നു. പാർലമെന്റ് അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമാകുന്നു. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരുന്നു. അങ്ങനെ രാജ്യമെമ്പാടും സമരങ്ങൾ ഉരുണ്ടുകൂടുന്ന നിർണായകമായ ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുക തന്നെയാണ്, നിങ്ങൾ എത്രയൊക്കെ നിഷേധിച്ചാലും. ഇതിനിടയിലാണ് സമരം ചെയ്ത കുട്ടികൾക്ക് നേരെ പോലീസുകാർ നടത്തിയ വെടിവെപ്പും ആക്രമണവും വിഷയമാകുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ അട്ടർ നോൺസെൻസ് ആണ്. ഈ അതിക്രമം ആരെയാണ് ഇവർ വെടിവെക്കുന്നത്? BJPക്ക് വോട്ട് ചെയ്തവരെ തന്നെയാണ്. മോദിയെ പൊക്കിക്കൊണ്ട് നടന്നവർ തന്നെയാണ് ഇന്ന് മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്നതും പോലീസിന്റെ ആക്രമണം ഏറ്റുവാങ്ങുന്നതും. ഇതോടെ ഈ വലിയ വോട്ട് ബാങ്ക് പിന്തുണക്കാർ മോദിക്കെതിരായി പ്രതിഷേധ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ്. കൂടുതൽ ജനങ്ങൾ, BJPക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് പോലുമുള്ളവർ കൂട്ടം കൂട്ടമായി തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം മോദി ഭക്തരും BJP അനുഭാവികളും കൂട്ടത്തോടെ BJP വിരുദ്ധരായി മാറുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. ഇതോടെയാണ് രാജ്യത്തെ രാഷ്ട്രീയ തരംഗം തങ്ങൾക്കെതിരാകുന്നു എന്ന നടുക്കുന്ന യാഥാർത്ഥ്യം BJP നേതൃത്വത്തിന് കൂടുതൽ വ്യക്തമാകുന്നത്. ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടായേ പറ്റൂ എന്ന നിലപാടിൽ തന്നെയാണ് BJP ഇപ്പോൾ. അതാണ് JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞത്, ഗവൺമെന്റ് എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന്.
എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. എന്തുകൊണ്ടാണ് സംഘപരിവാർ വെട്ടിക്കുളിക്കൂട്ടം സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുമ്പോൾ BJP കേന്ദ്ര നേതൃത്വം അതിന് വിപരീതമായി ഈ നിലപാടെടുക്കുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ ഫേക്ക് ഐഡികൾ കൂട്ടം കൂട്ടമായി നട്ടാൽ കിളിർക്കാത്ത നുണകളും വിദ്വേഷങ്ങളും പച്ചത്തെറികളും സമരം ചെയ്യുന്നവർക്കെതിരെ യുവാക്കൾക്കെതിരെ ചൊരിയുമ്പോഴും BJP നേതൃത്വം അതേ യുവാക്കളുമായി ചർച്ചകൾക്ക് തയ്യാറാകുന്നത്? മോദി വീഴുമോ എന്ന ഭയം തന്നെയാണ് അതിന് കാരണമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ പറയുന്ന വലിയ ഭൂരിപക്ഷവും മറ്റുള്ള പാർട്ടികളെ പിളർത്തി അധികാരം ഉറപ്പിച്ചതും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ജനാധിപത്യ ഇന്ത്യ ഇളകിയാൽ നരേന്ദ്രമോദി എന്നല്ല ആരായാലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും. അത് നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ജനാധിപത്യത്തിന് മുന്നിൽ ഏത് ഏകാധിപത്യ പ്രവണതയും അധിക നാൾ നിലനിൽക്കില്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അമേരിക്കയുമായുള്ള വിഷയത്തിൽ നോക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സറണ്ടർ ടൈപ്പ് നിലപാടിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. മോദിക്ക് അമേരിക്കയെ തുറന്നെതിർക്കാനുള്ള ശക്തിയില്ല എന്ന് ജനങ്ങളിൽ വലിയൊരു വിഭാഗവും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് പോലും അതിന് കൃത്യമായ ന്യായീകരണവാദങ്ങൾ ചമയ്ക്കാൻ കഴിയുന്നില്ല. ഇതോടൊപ്പം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഒരു വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നു. അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നത് സംബന്ധിച്ച് കേന്ദ്രത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. തൊഴിലില്ലായ്മയും ഈ നാട്ടിലെ യുവാക്കളുടെ പ്രതിഷേധത്തിന് അഗ്നി പകരുന്നുണ്ട് എന്നതും വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ കൂട്ടത്തോടെ, ചെറുപ്പക്കാർ കുട്ടികളടക്കം കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നത്, ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിലൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കഴിവുകേട്, പിടിപ്പുകേട് പ്രകടമായി തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതോടൊപ്പം യുവാക്കൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച വിഷയവും ആളിക്കത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് വരെ ഇത് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. അഭിജിത് ദീപ്കെ അടക്കമുള്ള CJPയുടെ തലപ്പത്തുള്ളവർ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടത്തിയ പോലീസുകാരെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് വ്യക്തമാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ രാജി എന്ന നിലയിലേക്ക് CJP സമരം വീണ്ടും വ്യാപിക്കുമോ എന്ന ചർച്ചയും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയുധമില്ലാതെ നടക്കുന്ന ഒരു സമരത്തിന് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് പല ദേശീയ മാധ്യമ പ്രവർത്തകരും ഇതോടകം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. യുവാക്കളെ അതുവഴി മൃതപ്രായരാക്കേണ്ട എന്താവശ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഏതൊരു ആക്രമണത്തെയും അടിച്ചമർത്താനുള്ള അവസാന മാർഗമായി ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ എന്തിന് ആദ്യമേ അവിടെ ഉപയോഗിച്ചു? അതിൻ്റെ ഉത്തരവാദി ആരാണ്? നാട്ടിലെ സമരങ്ങളെ മുഴുവൻ ഇനി ഇങ്ങനെ അടിച്ചമർത്താനാണോ കേന്ദ്രത്തിന്റെ പദ്ധതി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാജ്യത്തിപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഇപ്പോൾ BJPയുടെ പപ്പറ്റുകളായ ഗോദി മീഡിയയും മറയില്ലാതെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നിടത്താണ് മോദിയുടെ സ്തുതിപാഠകർക്ക് പോലും മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് പ്രകടമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ദേശീയ മാധ്യമങ്ങളുടെ വാർത്തകൾ പരിശോധിച്ചാൽ അത് കുറെയൊക്കെ നമുക്ക് മനസ്സിലാകും. സ്വന്തം കുട്ടികൾ സമരത്തിനിറങ്ങുന്നത് കാണുമ്പോൾ, അവർ അടിമേടിക്കുന്നത് കാണുമ്പോൾ, അവർ ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ഗോദി മീഡിയയുടെ പ്രതിനിധി എന്ന ദുരവസ്ഥ കുറെയൊക്കെ സ്വയം തിരുത്താൻ മാധ്യമ പ്രവർത്തകരും തയ്യാറാകുമെന്ന് തന്നെ കരുതേണ്ടി വരും. അതിൻ്റെ അടയാളമാണ് ഇപ്പോൾ ഗോദി മീഡിയയും ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിരുന്ന BJPയും മോദിയും RSSും ഒക്കെ ഇപ്പോൾ പക്ഷേ കടുത്ത പാതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അവർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ ഉയർന്നു വരുന്നു. E20 പെട്രോൾ വിഷയം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആളിക്കത്തുന്ന ഒരു പ്രശ്നമാണ്. ആദ്യമൊക്കെ ഇതിനെ ലളിതവൽക്കരിച്ച് സംസാരിച്ചിരുന്ന നിതിൻ ഗഡ്കരിക്ക് പോലും ചില വാഹനങ്ങളിൽ E20 പെട്രോൾ അടിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് പറയേണ്ടി വന്നു. പാറ്റകളെ പേടിച്ചു തന്നെയാണ് നയം മാറ്റമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിലക്കയറ്റം നോക്കുക, രാജ്യത്ത് അത് അതിൻ്റെ പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാനുപാതികമായി ശമ്പളമോ കൂലിയോ വർദ്ധിക്കുന്നില്ല. കർഷകരാകട്ടെ ഉൽപ്പാദിപ്പിച്ച വിളകൾക്ക് കൃത്യമായ പണം കിട്ടാത്തതിനാൽ കടുത്ത ദുരിതത്തിലാണ്. കടുത്ത ദുരന്തത്തിലേക്ക് കർഷകരുടെ ജീവിതം പോകുന്നു. പലരും ആത്മഹത്യ തെരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാനാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കൃത്യമായി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഹിന്ദു മുസ്ലിം പറച്ചിലോ ജാതി സമവാക്യങ്ങളോ വർഗീയതയോ പഴയതുപോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുമില്ല, പുച്ഛിച്ച് തള്ളുകയുമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആസിഡ് ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
അതാണ് CJP ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്തത് കർഷകരുടെ പ്രക്ഷോഭം തുടങ്ങാൻ പോവുകയാണ്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആദിവാസികളുടെ ഭൂമിയും വനഭൂമിയും വ്യാപകമായി അദാനി ഉൾപ്പെടെയുള്ള മൈനിങ് ടീമിന് പതിച്ചു കൊടുത്തത് ഒരു വലിയ പ്രശ്നമായി രാജ്യത്ത് ഉയർന്നു വരികയാണ്. അങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും കൂടി പ്രശ്നങ്ങൾ വൈഡ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എങ്ങനെ അതിനെ മറികടക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് ധർമ്മപ്രധാന്റെ രാജിയും തുടർ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഇനി നോക്കുക, മന്ത്രി നിതിൻ ഗഡ്കരി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരുടെയൊക്കെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളികൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ ഈ അവസ്ഥയിലാക്കിയത് മോദിയും BJPയും RSSും ഒക്കെ തന്നെയാണ്. എല്ലാ കാലത്തും എല്ലാ ജനങ്ങളും എല്ലാം അംഗീകരിക്കുമെന്ന അഹന്തയാണ് ഈ അവസ്ഥയുടെ മൂല കാരണം എന്ന് തന്നെ കരുതേണ്ടി വരും. ഒപ്പം ഇന്ത്യ എന്ന രാജ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം BJPക്കെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണാതിരുന്നുകൂടാ.